തെരഞ്ഞെടുപ്പ് കാലമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഒരു കുറവുമില്ല. നമ്മൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്നലെ മുഖ്യമന്ത്രിക്കും സംസ്ഥാന സർക്കാരിനുമെതിരെ അതിരൂക്ഷമായ വിമർശനമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചത്. ഇപ്പോൾ പ്രധാനമന്ത്രി നടത്തിയ പരാമർശങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇതില് വലിയ സംശയത്തിനിടയില്ലാത്തൊരു കാര്യമാണല്ലോ അത്. നമ്മുടെ രാജ്യത്ത് ED നടത്തുന്ന പ്രവർത്തനങ്ങൾ, CBI നടത്തുന്ന പ്രവർത്തനങ്ങൾ, ഇപ്പോൾ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം നടന്ന പ്രവർത്തനങ്ങൾ, ഇപ്പോഴടുത്ത കാലത്താണെങ്കിൽ ഇൻകം ടാക്സ് നടന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ രാജ്യത്ത് കാര്യങ്ങൾ നീക്കുകയാണ് എന്നത് നമ്മുടെ അനുഭവത്തിലുള്ളതാണല്ലോ. അത് BJP ഇതര പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേരെ എത്രമാത്രം കേസുകൾ എടുക്കാൻ പറ്റും, കേസുകൾ എങ്ങനെയെല്ലാം എടുക്കാൻ പറ്റും, അതിനൊരു ഗവേഷണം തന്നെയാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇത്തരം അന്വേഷണ ഏജൻസികളെ ആകെ. അതുകൊണ്ടാണല്ലോ ചില ഘട്ടങ്ങളിൽ സുപ്രീം കോടതിക്ക് പോലും കടുത്ത ഭാഷയിൽ ഇവരുടെ നടപടികളെ വിമർശിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു പരസ്യമായ രഹസ്യമാണ് ഇതെല്ലാം ഇവരുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ നടക്കുകയാണ്. അത് പൊതുയോഗത്തിലെ സംസാരത്തിൽ കുറച്ചുകൂടി പ്രകടമായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതൊരു നിയമപരമായി തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ്. അതിലൊരു പ്രധാനമന്ത്രി പറഞ്ഞാൽ പോലും കാര്യങ്ങൾ നിയമപരമായി തീരുമാനിച്ചുകൊണ്ട് മാത്രമേ മറ്റു നടപടികളിലേക്ക് കടക്കാൻ പറ്റൂ. അങ്ങനെ സാധിക്കുമോ, അത് പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ചർച്ച ചെയ്യേണ്ടത് ഞാനല്ല, നിയമപരമായി തീരുമാനിക്കപ്പെടേണ്ട വിഷയമാണ്. അതിനുശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റൂ. ഏതായാലും ഞാനതിൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്, കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപകർക്ക് ഒരാശങ്കയും ഉണ്ടാകേണ്ടതില്ല. ആ നിക്ഷേപം മുഴുവൻ സാധാരണഗതിയിൽ ആവശ്യപ്പെടുമ്പോൾ തിരിച്ചു കൊടുക്കുന്ന നിലയിലേക്ക് തന്നെ എത്തും. അത് കോൺഗ്രസിൻ്റെ ഒരു മോഹമാണ്. കോൺഗ്രസിൻ്റെ കളരിയിലല്ലല്ലോ ഞങ്ങൾ പഠിച്ചത്. ഇപ്പോഴും പ്രാദേശികമായി BJPയുമായി ഡീൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ അവർ. കോലീബി സഖ്യം ഇവിടെ നേരത്തെ ഉണ്ടാക്കിയതാണല്ലോ. ഇപ്പോഴും ആ ശ്രമം വലിയ തോതിൽ നടത്തുകയാണല്ലോ. ഏത് വോട്ടായാലും പോരട്ടെ, അത് വർഗീയതയായാലും തീവ്ര വർഗീയതയായാലും ഞങ്ങൾക്ക് തൽക്കാലം വോട്ടാണ് പ്രധാനം. ആ വോട്ടിങ് പോരട്ടെ എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ തെളിവുകൾ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ വന്നല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നൊരു പാർട്ടിയല്ല CPIM. CPIM എന്താണോ നാട്ടിൽ പറയുന്നത് അത് മാത്രമേ സാധാരണഗതിയിൽ ഞങ്ങൾ നടപ്പാക്കാറുള്ളൂ. 4 വോട്ടിന് വേണ്ടി മറ്റെന്തെങ്കിലും നിലപാടെടുത്ത് ഞങ്ങൾ പോകാറില്ല. ആരെയും പ്രീണിപ്പിക്കാനും തയ്യാറാകാറില്ല. BJPയെ അതിനിശിതമായി വിമർശിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ തന്നെ ഈ കേരളത്തിൽ BJP നിലപാടിനോടൊപ്പം നിന്നുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തിച്ച അനുഭവം നമുക്ക് ധാരാളമുണ്ട്. നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങളിലടക്കം അത്തരം കാര്യങ്ങളിൽ BJP ഗവൺമെൻറ്റിനോടൊപ്പമാണ് കോൺഗ്രസും കേരളത്തിലും ജയിച്ചു പോയ UDFൻ്റെ കൂടെയുള്ള 18 അംഗ സംഘമായ MP-മാരും പ്രവർത്തിച്ചിട്ടുള്ളത്. ആ അനുഭവത്തിൽ നിന്നാണ് കേരളം ഇനി ഈ കേരള വിരുദ്ധ സമീപനക്കാരെ അയച്ചുകൂടാ എന്ന നിലപാടിലേക്ക് എത്തിയിട്ടുള്ളത്. കേരളത്തിലാകെ എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ LDF അനുകൂല തരംഗമാണ് അലയടിച്ചു വരുന്നത്. അത് ഇതിൻ്റെ ഭാഗമാണ്. അതാണ് നമ്മൾ കാണേണ്ടത്. എങ്ങനെ? ആർക്കെതിരെ ഭീഷണിയുണ്ടോ? അല്ല, അവരെന്താ കാണിക്കുന്നുള്ളത് നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതൊന്നൊരു പ്രധാന പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ രാജ്യത്താകെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ, ഈ പറഞ്ഞ എല്ലാ ഏജൻസികളും വേട്ടയാടൽ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. അതെന്താണ് നമ്മൾ കാണാതിരിക്കുന്നത്? അത് ഗൗരവമായ വിഷയം തന്നെയല്ലേ രാജ്യത്ത്. അതേതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ മാത്രമല്ല, എല്ലാ സ്ഥാനാർത്ഥികൾക്കെതിരെയും സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. അത് ഈ കോൺഗ്രസിൻ്റെ ഒരു പ്രത്യേക രീതിയായിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് വരുന്നത്. എന്ന് വരുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ വളരെ കൃത്യമായി പറയുന്നതിന് ഓരോ ഡിസ്ട്രിക്റ്റിലും
പാടില്ല, പല കാര്യങ്ങൾക്ക് സംഹിതയൊക്കെ ഉണ്ട് നിയമത്തിൽ. അതൊക്കെ വിട്ട് ഒരു പ്രധാനമന്ത്രി ആയതിന്റെ പേരിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവാക്കിയിട്ടാണ് ഈ പര്യടനങ്ങൾ നടത്തുന്നത്. അങ്ങനെ നടത്തുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഓരോ സമയവും സന്ദർഭവും ഓരോ പാർട്ടി നേതാക്കൾ ഇവിടുത്തെയാണെങ്കിൽ കോൺഗ്രസിനായാലും CPM നിശിതമായി വിമർശിക്കും. അത് അതിന്റെ ഭൂരിപക്ഷം പണവും ചെലവാക്കുന്നത് അത് പ്രധാനമന്ത്രിയാണ്, സുരക്ഷാ കാരണത്താലാണ് ഇതൊക്കെ വേണ്ടത്, ബാരിക്കേഡ് കെട്ടണം, ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കണം, അതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഒരു എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അതൊരു നല്ല കാര്യമാണോ അതോ കോഡ് ഓഫ് കോണ്ടക്റ്റില് അത് ഉൾപ്പെടുത്തേണ്ടതില്ല? പ്രധാനമന്ത്രി കേന്ദ്ര ഗവൺമെന്റിന്റെ പണത്തെ സുരക്ഷാ നിയമത്തിന് ഒരു വിസിറ്റിന് എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവാക്കുന്നത് പോലീസിനൊക്കെ. അത് നിർത്തേണ്ട ഒരു എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാല് അത്തരം പ്രധാനമന്ത്രിക്ക് അങ്ങനെ സ്വാതന്ത്ര്യം, പ്രധാനമന്ത്രി ആയതുകൊണ്ട് സുരക്ഷ കൊടുക്കണമെന്നാണ് അവരുടെ അത് വെച്ചിട്ട് അങ്ങനെ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നത് ശരിയാണ് എന്നുള്ളൊരു അഭിപ്രായമാണ്. അത് വിശദമായി പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കൂടി ചർച്ച ചെയ്തെടുക്കേണ്ട ഒരു നിലപാടാണ്. കാരണം ഈ രാജ്യത്ത് ഓരോ ഘട്ടത്തിലുമുള്ള പ്രധാനമന്ത്രിമാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നല്ലതുപോലെ മുഴുകിയിട്ടുണ്ട്. അവരെല്ലാം ആ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അത്തരം പ്രചരണത്തിൽ പോയിക്കൂടാ എന്നൊരു നിലപാട് രാഷ്ട്രീയത്തിൽ സ്വീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അങ്ങ് പറഞ്ഞതുപോലെയുള്ള നിയന്ത്രണങ്ങൾ ആവശ്യമാണോ അല്ലയോ എന്നുള്ളത് വിശദമായി പരിശോധനയ്ക്ക് ശേഷം, വിശദമായ രാഷ്ട്രീയ പാർട്ടികളുടെ ചർച്ചകൾക്ക് ശേഷം തീരുമാനിക്കപ്പെടേണ്ട കാര്യമാണ്. അത് ഈ അനുഭവത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തന്നെ മുൻകൈയെടുത്ത് കാര്യങ്ങൾ പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഏത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സുരേഷ് ഗോപി എന്തോ വലിയ തോതിൽ തൃശ്ശൂരിനെ മാറ്റിമറിച്ച് കളിയുന്നുള്ളൊരു വ്യാമോഹത്തിലായിരുന്നു BJP. ഇപ്പോൾ അവർ തന്നെ അത് ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് ദിനംതോറും കുറഞ്ഞു വരികയാണ്. അപ്പോൾ നല്ല രീതിയിൽ ഒരു പരാജയ അവസ്ഥയിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വർഗീയ കക്ഷികൾ ഏതൊക്കെ എന്നുള്ളതിൻ്റെ ചർച്ചകളെല്ലാം നമ്മൾ നേരത്തെ നടത്തി വെച്ചതാണല്ലോ. അതിലേക്ക് ഇപ്പോൾ നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വന്ന പ്രശ്നം SDPIയുടെ വോട്ട് UDFന് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നല്ലോ. ആ പ്രഖ്യാപനം കേവലമായ ഒരു പ്രഖ്യാപനമായിരുന്നില്ല എന്നത് വ്യക്തമാണല്ലോ. കാരണം അതിനുശേഷം വ്യക്തതയോടെ KPCC പ്രസിഡന്റ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്താണെങ്കിലും അദ്ദേഹം പരസ്യമായി അതിനെ സ്വാഗതം ചെയ്തല്ലോ. അപ്പോൾ നേരത്തെ ഒരു സംസാരവും അതിൻ്റെ ഭാഗമായി ചില നിലപാടുകളും ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. SDPI എന്താണ് എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? എന്തേ അങ്ങനെയൊരു കൂട്ടറുമായിട്ട് ചർച്ച നടത്താനും നല്ല നിലയിൽ നേരത്തെ നിലപാട് സ്വീകരിക്കാനും തയ്യാറായത്? പക്ഷേ നാട്ടിൽ എതിർപ്പ് വന്നപ്പോൾ പിന്നെ അതിൻ്റെ കൂടിയായി. അപ്പോൾ ഞങ്ങൾക്ക് ഇപ്പം നേരത്തെ എടുത്ത നിലപാട് ഉപേക്ഷിക്കുകയാണ് എന്ന് KPCC പ്രസിഡന്റിൻ്റെ ചുമതല വഹിക്കുന്നയാൾ പിന്നീട് പറയുന്നതായിട്ട് കേട്ടു. ഈ നാടകമെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നല്ലേ. ഈ എന്തിനാണ് അങ്ങനെ ഒരു ചർച്ച ആദ്യം നടത്തിയത്? ആ ചർച്ചയുടെ ഭാഗമായി ഒരു തീരുമാനമെടുത്തത്. അപ്പോൾ വർഗീയതയുമായി സമരസപ്പെട്ടു പോകുന്നതിന് ഒരു ഘട്ടത്തിലും കോൺഗ്രസ് മടി കാണിക്കാറില്ല. തങ്ങൾക്ക് 4 വോട്ട് കിട്ടുന്ന പ്രശ്നം വരുമ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള നിലപാടാണ് അവർ സ്വീകരിച്ചു പോകാറ്. അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നാം കാണേണ്ടത്. അതും PDPയും ഒരേപോലെ എന്ന നിലക്ക് എടുത്തു പോകേണ്ടതില്ല. PDP കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ അവർ നിലപാടുകൾ എടുക്കുന്നുണ്ട്, നിലപാടുകൾ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് നിലപാടുകൾ എടുത്തു പോകാറുമുണ്ട്.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ആണ്. നിരവധി വിമർശനങ്ങൾ ആയിരുന്നു അദ്ദേഹത്തിന് നേരെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടക്കം ഉന്നയിച്ചത്. പ്രത്യേകിച്ച് കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ടിട്ടുള്ള മാസപ്പടി കേസ് പോലെയുള്ള വിഷയങ്ങൾ, ഇതിൽ എല്ലാം തന്നെ മുഖ്യമന്ത്രി പ്രതികരണം നടത്തിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ആണ് പ്രധാനമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുന്നത്. EDയെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ വേട്ടയാടുകയാണ് എന്ന നിലപാട് അദ്ദേഹം ആവർത്തിക്കുന്നു. കരുവന്നൂർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേരളത്തിന്റെ സഹകരണ മേഖലയോട് BJPക്ക് വലിയ ശത്രുതാ മനോഭാവമാണ് ഉള്ളത് എന്ന പ്രതികരണം ആണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്.